ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലേക്ക് ഇരുവൻ. ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് വരുന്നത് ലെങ്ത്ത് 35 അതേപോലെ ഹിപ്പ് 22 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ താഴത്തെ പാർട്ടിന് നമുക്ക് 34 വേണം, അതേപോലെ പടി വെക്കാൻ 1 ഇഞ്ച് വേണം. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ എക്സ്ട്രാ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിനകത്തിൽ ഒരു ഫുൾ സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ബാലൻസ് പാർട്ട് ഏകദേശം 5 മീറ്ററോളം ഉണ്ട് കേട്ടോ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ള് നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഈ 5 മീറ്ററും ഞാൻ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് മടക്കിയിട്ടു. ഇനിയും താഴത്തെ പാർട്ടിന് നമുക്ക് ബോർഡർ വേണം. മുകളിലത്തെ പാർട്ടിന് നമുക്ക് 34, 1 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ 35 ഇതേപോലെ സ്ട്രെയിറ്റ് ലൈന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനും പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് പട്ട ജോയിൻറ്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അങ്ങനെ മൊത്തത്തിൽ 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ഇതേപോലെ 35 ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. അപ്പോൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ അതും കട്ട് ചെയ്ത് മാറ്റി. പിന്നെ നമുക്ക് പട്ട 1 ഇഞ്ചിൻ്റെ പട്ടയാണ് വേണ്ടത്. അപ്പോൾ 2 ഭാഗവും മടക്കിയൊക്കെ അടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് 3 ഇഞ്ചോ 4 ഇഞ്ചിൻ്റെയോ പട്ട എടുക്കുക. അപ്പോൾ എനിക്ക് പട്ടയ്ക്ക് ഇച്ചിരി കട്ടി വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല വീതിയുള്ളൊരു തുണിയാണ് എടുത്തേക്കുന്നത്. നീളം 32 നമ്മുടെ ഹിപ്പളവ്, അതിനേക്കാളും കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഞാനിതിന് ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തുണി നമുക്ക് ഒന്ന് മടക്കി പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹിപ്പളവ് എന്ന് പറയുന്നത് 22 ആണ്. ഞാനിപ്പോൾ ഹുക്കാണ് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ 24, 25 ഈ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത്. അഥവാ നിങ്ങൾ ഇലാസ്റ്റിക്കാണ് ഇടുന്നതെങ്കിൽ ഹിപ്പളവ് 22ൻ്റെ കൂടെ എക്സ്ട്രാ 10 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 32 ആവും കേട്ടോ. 32 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. അഥവാ നിങ്ങൾ വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു 4 or 5 ഇഞ്ച് എക്സ്ട്രാ ഇടണം. അപ്പോൾ 22 ആണെങ്കിൽ അതിൻ്റെ കൂടെ 5 ഇഞ്ച് എക്സ്ട്രാ. അപ്പോൾ 24, 25, 27 നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. ഓക്കെ, 3 അളവിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഹുക്ക് ആയതുകൊണ്ട് 24 കേട്ടോ. 22ൻ്റെ കൂടെ 24 ഞാൻ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ പ്ലീറ്റ്സ് എല്ലാം ഇടുമ്പോൾ ഒരേ അളവായിരിക്കണം കേട്ടോ. ഇതേപോലെ ഞാൻ കുത്തി വെച്ചു. എന്നിട്ട് അളന്നൊന്ന് നോക്കുക, കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ. കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പിന്നൊന്ന് ഊരി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കണം. ഇപ്പോൾ എനിക്ക് കൂടുതലാണ് കേട്ടോ കിട്ടുന്നത്. സംതിങ് 27ഓളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഊരിയിട്ട് ഒന്നുകൂടെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേ രീതിയിൽ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുവാണേ. ഇപ്പം ഞാൻ ഈ സ്കേർട്ടിന് ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ എന്തായാലും നമ്മൾ അണ്ടർ സ്കേർട്ട് ഇടുന്നതാണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹിപ്പ് അളവിന് നമ്മൾ എത്ര ഇഞ്ച് ഇട്ടിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അതിൻ്റെ വീഡിയോ, അതിൻ്റെ ലിങ്ക് കൂടി. അപ്പോൾ വേണ്ടവർ മെഷർമെൻറ്റ് അനുസരിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ അതനുസരിച്ച്. അപ്പോൾ അത് മനസ്സിലാകാത്തവർക്ക് ഈസി ആയിട്ട് സ്കേർട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ് ഒരു 4 ഇഞ്ചോളം സൈഡൊന്ന് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. മുകളിലത്തെ സൈഡാണ്. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ ഞാൻ പട്ട അടിക്കാനായിട്ട് തുണി എടുത്തിട്ടില്ല. അതൊന്ന് ജസ്റ്റ് 2ആയിട്ട് മടക്കി അടിക്കണം. നല്ല ഭാഗമാണ് മുകളിൽ ഇരിക്കുന്നത്. നല്ല ഭാഗത്തോട്ടാണ് സ്റ്റിച്ച് പോകുന്നത്. ചീത്ത ഭാഗമാണ് അകത്തേക്ക് മടക്കി അടിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് മടക്കി ഇവിടെ അടിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ഓക്കെ, എന്നിട്ട് ഇതേപോലെ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് ഒന്ന് മടക്കി അടിക്കണേ. എന്നിട്ട് ഈ നല്ല ഭാഗം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ട്
ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് എപ്പോഴും തുടങ്ങുമ്പോൾ ലോക്ക് ഇടുക, അതേപോലെ അവസാനിപ്പിക്കുമ്പോഴും ലോക്ക് ഇടുക കേട്ടോ. ബിഗിനേഴ്സിന് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു വേ ആണ്. കൂടുതലും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു നുറുക്കു സ്റ്റിച്ചിങ് വേലയായിട്ടാണ് വരുന്നത്. അപ്പോൾ എൻഡിങ് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് ഇതേപോലെ മടക്കി തയ്യൽ കാണാത്ത രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ബിഗിനേഴ്സിനായാലും ചെയ്യാൻ എളുപ്പമാണ്, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അടിഭാഗം നോക്കിക്കോണം, മടങ്ങിയൊന്നും പോകാൻ പാടില്ല. അതേപോലെ പ്ലീറ്റ്സും മടങ്ങാനൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനെ നിർത്തി സൂചി കുത്തി നിർത്തി മാത്രം തുണി നീക്കുക കേട്ടോ. എന്നിട്ട് അവസാനം ഇതേപോലെ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ചുളുങ്ങാതിരുന്നോളൂ. ഇനി നമുക്ക് ആ ഓപ്പണായ ഭാഗം ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ആ 3 ഇഞ്ച് ഗ്യാപ്പ് ഇടുക കേട്ടോ. ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അധികം പണിയൊന്നും പെടേണ്ട ഒരാവശ്യമില്ല. ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് മെഷീൻ ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓപ്പണായ വശത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാവേ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു സാരിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എടുത്തോളൂ. നമുക്കൊരു സിമ്പിളായിട്ട് 10 മിനിറ്റ് പോലും എടുക്കത്തില്ല ഒരു സ്കേർട്ട് സ്റ്റിച്ച് എടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് ഇതിൽ ഹുക്കും, വലതുവശത്ത് ഹുക്കും അതേപോലെ ഇടതുവശത്ത് ഇതേപോലെ പുറത്തായിട്ടാണ് കേട്ടോ ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹുക്ക് അകത്താണ് തുന്നി പിടിപ്പിക്കേണ്ടത്. ഓക്കെ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് മെഷർമെൻറ്റ് ഇതൊരു വട്ടം ചെയ്യുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഫോർമുല നോക്കി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കാത്തവർക്ക് ഇതാണ് ഈസി വേ. അതൊന്ന് കണ്ടു നോക്കുക, അതും നല്ല ഈസി ആയിട്ടുള്ളൊരു വേ ആണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ അളന്ന് നോക്കുക. നമ്മുടെ ഹിപ്പ് അളവ് 22 അപ്പോൾ ഒരു 20 എന്നൊക്കെ നമുക്ക് ഇതേപോലെ ഹോൾഡ് വെച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റ് 22 തന്നെ വെച്ചാൽ ടൈറ്റായിട്ട് നിൽക്കില്ല. നമ്മൾ ഹുക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കേർട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കണം. പ്രത്യേകിച്ച് നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ആകുമ്പോൾ ഹുക്കാണ് ബെറ്റർ. എന്നാൽ മാത്രമേ ആ ലുക്ക് കിട്ടത്തുള്ളൂ ക്രോപ്പ് ടോപ്പിന്. അപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും ഔട്ട്ലുക്കാണ് കേട്ടോ ഇത്. ക്രോപ്പ് ടോപ്പിൻ്റെ ഹാൻഡ് വർക്കും അതേപോലെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ്ങും വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ജസ്റ്റ് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആകും. അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.